കേരളത്തിൽ ചില സ്കൂളുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നു എന്ന പരാതി വിവാദമാവുകയാണ്. തിരുവനന്തപുരം ആറ്റുകാലിൽ ചിന്മയ സ്കൂൾ അധികൃതർ ഈ ആരോപണം പക്ഷേ നിഷേധിക്കുകയാണ്. RSSന് സ്വാധീനമുള്ള സ്കൂളുകളിലും വിലക്കുണ്ട് എന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ ആക്ഷേപം. ക്രിസ്മസ് അലങ്കാരങ്ങളോ നക്ഷത്രങ്ങളോ ആശംസകളോ വെക്കരുത് എന്ന നിർദ്ദേശം സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ആഘോഷം വിലക്കി എന്ന വാർത്ത ഗൗരവത്തിലാണ് സർക്കാർ കാണുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. രാഷ്ട്രീയ വർഗീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇടമായി വിദ്യാലയങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാകും. വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. സ്കൂളുകൾ ക്രിസ്മസ് വിലക്കുന്നുണ്ടോ? സംഘ് പരിവാർ ഇതിൽ ഇടപെടുന്നുണ്ടോ? അതോ മതപരമായ ആഘോഷങ്ങൾ വിദ്യാലയങ്ങളിൽ വിലക്കണമെന്ന ആവശ്യം ന്യായമാണോ? ക്രിസ്മസ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയാണോ സർക്കാർ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി എന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ സുരേഷ് കുമാറാണ്, മാവേലിക്കരയിൽ നിന്ന്. ശ്രീ സുരേഷ് കുമാർ, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സ്കൂളുകളിൽ വിലക്ക് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പരക്കുകയാണ്. ഇതൊരു സംഘ് പരിവാർ അജണ്ടയാണ് എന്ന ആക്ഷേപമാണ് വലിയ തോതിൽ ഉയരുന്നത്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? ഹലോ, യെസ്, നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഈ നമ്മുടെ കേരളം എന്ന് പറയുന്ന മതസൗഹാർദ്ദത്തിന്റെ ഒരു വിളനിലമാണ്. ഒരു കാരണവശാലും ഈ ഓണമായാലും ക്രിസ്മസ് ആയാലും മറ്റെന്ത് ആഘോഷങ്ങളായാലും നമ്മൾ ആഘോഷിക്കുന്ന മതസൗഹാർദ്ദത്തിൽ കൂടിയാണ്. അത് മറ്റ് സംഘപരിവാർ അതിന് തടസ്സം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതൊരു കാരണവശാലും മറ്റ് ഇന്ത്യകളിൽ നടത്തുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ അത് വരാൻ പാടില്ല. അത് വരുവാണെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം മുഹമ്മദ് മഞ്ചേരി കൂടി ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കളുടെ അഭിപ്രായം. നമസ്കാരം സാറേ. നമസ്കാരം. ഇത്തരം വർഗീയ അജണ്ട സ്കൂളിലെ പരത്തണ്ട. സ്കൂൾ കുട്ടികൾ ആ പെരുന്നാളും ഓണം വിഷുവും പിന്നെ ക്രിസ്മസ് ഒക്കെ ഒന്ന് വീട്ടിലാക്കിക്കോട്ടെ. അതൊരു പ്രത്യേക സംഘടന. അത് അത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഒരു കുത്തിത്തിരിപ്പാണ് മെനക്കെടുന്നത്. അപ്പൊ ആ കുത്തിത്തിരിപ്പൊന്നും നടക്കൂല. അത് മഹി എന്നോടൊപ്പം ചേരുന്നത് കിള്ളിപ്പാലത്ത് നിന്നാണ്. ശ്രീ മഹി, ചുരുങ്ങിയ വാക്കുകളിൽ. സാർ നമസ്കാരം. സാറേ, അത് കേരളത്തിലെ അതൊന്നും നടക്കൂല. അത് UP-യിലെ അങ്ങോട്ടുള്ള നടക്കൂല. ഇത് ചുവന്ന മണ്ണാണ്. അതൊന്നും RSS അഭ്യാസം ഇവിടെ കേരളത്തിൽ നടക്കില്ല, ഒരിക്കലും നടക്കൂല. വ്യക്തമാണ്. അപ്പം എന്നോടൊപ്പം കിഷോർ കോന്നി യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ജയകുമാർ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. കവിത എനിക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ കവിത, എവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, യെസ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ആ കരമനയ്ക്ക് അടുത്താണല്ലോ ഈ ആറ്റുകാൽ. അവിടെ ചിന്മയ സ്കൂളിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നു. പക്ഷേ അധികൃതർ അത് അംഗീകരിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലും ഇങ്ങനെ സ്കൂളുകളിൽ ക്രിസ്മസ് വിലക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചില ആളുകൾ എന്നോട് പറയുന്നത് പരസ്പര ബഹുമാനത്തോടെ കുട്ടികൾ പഠിക്കുന്ന ഇടമാണ്. അപ്പോൾ ക്രിസ്മസ് പോലുള്ള അതൊക്കെ ആചരിക്കുന്നത് സ്നേഹത്തിൻ്റെ, പങ്കിടലിൻ്റെ, കരുണയുടെ, ഒരു സാർവലൗകിക മൂല്യങ്ങളുടെ ഒക്കെ ഒരു പ്രോത്സാഹനമാകുമെന്ന് ശ്രീമതി കവിത എന്താണ് ധരിക്കുന്നത്? ഇത് ഈ കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാലാകാലങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ആഘോഷമാണ്. അത് ഇങ്ങനെ ഇല്ലാതാക്കുന്നത് ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു ഇല്ല. എല്ലാം അവരുടെ ഇഷ്ടത്തിനാണ് എല്ലാം ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ആയാലും എല്ലാവരുടെ പേരും വെട്ടിയിട്ട് അവർക്ക് വരണം എന്നുള്ളത്. പക്ഷെ ഇത് എവിടെ ചെന്ന് നിൽക്കുന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടോ സ്കൂളുകളിൽ? ഇത് ഇങ്ങനെയൊക്കെ നടപടികൾ നടക്കുന്നുണ്ടോ? കുട്ടികളെ വല്ലവരും പഠിക്കുന്നുണ്ടോ സ്കൂൾ കവിതയുടെ? പക്ഷെ ഈ പിള്ളേരെ സന്തോഷപ്പെടുത്തുന്നതല്ലേ, ഉണ്ണിയേശു പിറക്കുന്നതല്ലേ. അപ്പൊ അതിന് മുമ്പ് ആഘോഷങ്ങൾ എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരുന്നതാണ്. ഇവർ വരുമ്പോ മാത്രം ഇങ്ങനെയാണെന്ന് പറഞ്ഞ ജനങ്ങളെ തമ്മിൽ വേർതിരിപ്പിച്ച് കാണിക്കുന്നതാണ് ഇവരുടെ രീതി എന്നാണ് ഇപ്പൊ തോന്നുന്നത്. ആയാലും ജനങ്ങൾ ഇതിന് പ്രതികരിച്ച് ഇത് ഒരിക്കലും നടപ്പാക്കാത്ത രീതിയിലാക്കി കൊടുക്കണം. ശ്രീമതി കവിത ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണോ അതോ വീട്ടമ്മയാണോ?
ഞാൻ ട്യൂഷൻ എടുക്കുന്ന ആളാണ്. അധ്യാപികയാണ്. അപ്പൊ ട്യൂഷൻ അധ്യാപികയാണ് അല്ലേ? ട്യൂഷൻ ട്യൂഷൻ സെന്ററിൽ ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ ഉണ്ടോ ശ്രീമതി കവിത? ഞങ്ങളുടെ പിന്നെ മെഴുകുതിരി കത്തിക്കുമല്ലോ, 12 മണിക്ക് മുമ്പേ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് എല്ലാം ചെയ്തു വെക്കും. കുട്ടികളൊക്കെ ട്യൂഷൻ വരുന്ന കുട്ടികളൊക്കെ കേക്ക് കൊണ്ടു തരുന്നുണ്ടോ ടീച്ചർക്ക്? സാറേ, ബ്രാഹ്മിൺസിന്റെ തെരുവിൽ പോലും അവര് കോല ഇട്ടിട്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഞാൻ ചോദിച്ചതേ, ടീച്ചർക്ക് കുട്ടികൾ കേക്കൊക്കെ കൊണ്ടു തരുന്നുണ്ടോ ക്രിസ്മസ് ഒക്കെ ആയിട്ട്? പിന്നെന്ത്, ശരി, എല്ലാരും ആഘോഷിക്കുന്നതല്ലേ ഇത്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് വന്നിട്ട് എന്തെല്ലാം അവരുടെ ഇഷ്ടത്തിന് പോകുന്ന ഇത് ജനങ്ങൾ എന്താവുമെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇത് അടിച്ചേൽപ്പിക്കരുത് ഇതിനെ. ട്യൂഷൻ ടീച്ചറിലെ എല്ലാ ട്യൂഷൻ ക്ലാസ്സിലെ സാറേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ആദ്യം ക്രിസ്ത്യാനിസവും പിന്നെ അത് കഴിഞ്ഞ് മുസ്ലിമും അത് കഴിഞ്ഞാണ് ഹിന്ദുസും ഉള്ളത്. വേൾഡിന് ഫുള്ളായിട്ട് ക്രിസ്തുവിന്റേതാണ്, രണ്ടാമത് മുസ്ലിമാണ്, മൂന്നാമത് അത് വേൾഡിന് ഫുള്ളായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാത്തിനും അവര് തന്നെ ഇങ്ങോട്ട് നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരിങ്ങോട്ട് പറയും. ആദ്യം ഏതാണെന്ന് അറിയാമോ? ആദ്യം ക്രിസ്ത്യൻസ് ആണ് മുൻപന്തിയില്, രണ്ടാമത് മുസ്ലിമും, മൂന്നാമതാണ് ഹിന്ദുക്കളായിട്ട് ഉള്ളത്. ഇത് ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ NDA സർക്കാർ ചെയ്യുന്നത്. ജനങ്ങൾ അത് മനസ്സിലാക്കി വേണം ഓരോന്നും ചെയ്യാൻ. എനിക്ക് പറയാവുള്ളൂ. കാരണം എന്തെന്നറിയാം, ഇത് വളരെ കൊച്ചു കുട്ടികൾ ആഘോഷിക്കുന്നതാണ്, ഉണ്ണിയേശു പിറക്കുന്നതാണ്. ശരി. അപ്പൊ ഏതായാലും വളരെ നന്ദി. അപ്പൊ ട്യൂഷൻ സെന്ററിലെ എല്ലാ കുട്ടികളോടും എന്റെ ആശംസകളൊക്കെ അറിയിക്കണം. അവർക്ക് മെറി ക്രിസ്മസും പുതുവത്സര ആശംസകളൊക്കെ നേരുകയാണ്. ഷാജി എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഷാജി, ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ട്. നമസ്കാരം. അപ്പോൾ ഈ സ്കൂളുകളിൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും നടത്തണോ, അതോ അതൊരു മതേതര ഇടമായി വെക്കണോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു തുടക്കമാവുകയാണ്. എന്താണ് താങ്കൾ കരുതുന്നത്? എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. പിന്നെ ഞാനിപ്പം ഹിന്ദുക്കൾക്കാണ് 10 പേർക്കാണ് കേക്ക് മേടിച്ച് ഈ 25-ാം തീയതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ അനാഥാലയത്തിലും അവിടെ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. സത്യത്തിൽ സ്കൂളുകളിൽ ഇത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അതെ, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ജോർജ് കുട്ടി എന്നോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ ജോർജ് കുട്ടി, അപ്പോൾ ഈ ഒരു തലത്തിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം മതാഘോഷങ്ങൾ പൂർണ്ണമായി മാറ്റി നിർത്തണം എന്ന് വാദിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ശ്രീ ജോർജ് കുട്ടി? ഓക്കെ, പ്രദീപ് കൂടി ചേരുന്നുണ്ട് എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, പറയാം. ഇവിടെ ഞാൻ സരസ്വതി വിദ്യാലയത്തിന്റെ തൊട്ടടുത്ത താമസിയാണ്. ഇവിടെ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ടല്ലോ. ഇപ്രാവശ്യം ഉണ്ട്. ആരാ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഈ ചിന്മാകൃഷ്ണ ഇവിടെ ഇല്ല. സരസ്വതി വിദ്യാലയം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ 10 കിലോമീറ്റർ ചുറ്റളവില് 2 ഉണ്ട്. അങ്ങനെ ഇതിന് പുറകിൽ RSS ആണെന്നൊക്കെയുള്ള ആരോപണം പൂർണ്ണമായും വ്യാജമാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? സരസ്വതി വിദ്യാലയം RSSന്റെ അവിടെ ഒരു കുഴപ്പമില്ല. അത് ഈ മുസ്ലിം സ്കൂളിലാണ് ഇല്ലാത്തത്. ഇവിടെ തൊട്ടത് എന്റെ 100 മീറ്റർ പുറകെ മുസ്ലിം സ്കൂൾ അവിടെ ഇല്ല. അത് ശരി. അവിടെ അത് ആഘോഷിക്കാൻ പറ്റില്ല. അവർ സമ്മതിക്കുക. ഓണം ക്രിസ്മസ് ആഘോഷിക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പൊ അങ്ങ് പറയുന്നത് ഇതിന്റെ പുറകിൽ RSS ആണ്, സംഘ് പരിവാർ അജണ്ടയാണെന്ന് പറയുന്നതൊക്കെ വ്യാജമാണ്. അപ്പൊ മന്ത്രിയുടെ പ്രസ്താവനയിൽ ഒന്നും കഴമ്പില്ല, അങ്ങനെയൊന്നും ഒരു നിങ്ങൾക്ക് വേണേ അന്വേഷിച്ച് എത്ര സ്കൂളിലേക്ക് വിളിച്ചോ? ഇവിടെയൊക്കെ ഉണ്ടെന്നേ. ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാ. ശരി. അപ്പൊ അവിടെ വിപുലമായ ആഘോഷമാണ് സ്കൂളിൽ നടക്കുന്നത് അല്ലേ? പിന്നെ ഈയിടെ ഈ തുടങ്ങിയത് ഈ ആഘോഷം കഴിഞ്ഞിട്ട് 10-15 വർഷമായേ ഉള്ളൂ. പക്ഷെ എല്ലാ സ്കൂളിലും ഉണ്ട്, മിക്ക സ്കൂളും ഉണ്ട്. അപ്പൊ ജേക്കബ് എന്നോടൊപ്പം ചേരുന്നത് കുമ്പളയിൽ നിന്നാണ്. ശ്രീ ജേക്കബ്, ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയോ ശ്രീ ജേക്കബ്? ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് മൊത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ BJPയും RSSും കൂടി ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കാൻ നോക്കിയാൽ അത് കേരളത്തിൽ നടക്കൂല. കേരളത്തിൽ ഒരിക്കലും നടക്കൂല. അപ്പൊ സ്കൂളുകളിൽ അങ്ങനെ അവർ ചെയ്യുന്നുണ്ടോ? എന്താ സ്കൂളുകളിലാണെങ്കിലും നടത്തിക്കൂല. സ്കൂളുകളിലാണെങ്കിലും നടത്തിക്കൂല. ഇവനൊക്കെ എന്താ RSS അല്ല, BJP അല്ല, ഇവര് എന്ത് തരവിത്തരം കാണിക്കാനും ഈ കേരളത്തിൽ ഇവനെ കൊണ്ടൊക്കെ നടത്തിക്കൂല. ശരി, വ്യക്തമാണ്. അപ്പൊ ശ്രീ ജേക്കബ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പൊ ക്രിസ്മസിന് എന്താണ് സ്പെഷ്യൽ ഇത്തവണ? ചിക്കനാണോ? ക്രിസ്മസിന് എന്താണ് സ്പെഷ്യലായി കരുതാൻ ആഗ്രഹിക്കുന്നത്? ചിക്കനാണോ? സ്പെഷ്യലായിട്ട് കരുതാൻ നമുക്കിപ്പോ ഒന്നും കൊടുക്കാൻ, ഞാനൊരു കൂലിപ്പണിക്കാരനല്ലേ. എന്നാലും ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ചെറിയ സദ്യയൊക്കെ വെക്കൂലേ വീട്ടിൽ എന്തെങ്കിലും?
ശരി, എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈൻ ക്ലിയറായി കേൾക്കുന്നില്ലെന്നോ. ഓക്കെ, കിഷോർ എന്നോടൊപ്പം ചേരുന്നു. കോന്നിയിൽ നിന്ന് ജയകുമാർ എന്നോടൊപ്പം നമസ്കാരം എന്ന് പറയുന്നു. സ്കൂളിലെ എല്ലാ ആഘോഷങ്ങളും നടക്കേണ്ടതാണ്. വഴങ്ങുന്നില്ല കേരളത്തിലെ സ്കൂളുകൾ കേരളത്തിൽ RSS വൽക്കരിക്കാൻ നടത്തിയ ഒരു നീക്കമാണെന്ന് ഗൗതം എന്നോട് പറയുന്നു. അപ്പോൾ ഗൗതം യൂട്യൂബിലും വന്നിട്ടുണ്ട്, എന്നോടൊപ്പം ഫോണിലും ചേരുന്നുണ്ട്. ഗൗതം, ഇതൊക്കെ RSSകാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ഇതിൽ പങ്കില്ലെന്ന് പറയുന്നത്, അതിലെന്തെങ്കിലും കഴമ്പില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കൂ ഗൗതം? ഹാപ്പി ക്രിസ്മസ് ആദ്യം താങ്കൾക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ്. അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയറും. വർഗീയവാദികളെ കേരളത്തിൽ വളർത്താൻ സമ്മതിക്കരുത്. എല്ലാ ആഘോഷങ്ങളും കേരളത്തിൽ നടത്തണമെന്നാണ് സർക്കാരും പാർട്ടിയും പറയുന്നത്. ശരി. അപ്പോൾ എന്നോട് റോഷൻ പറയുന്നത് LDF ആണ് ഈ കുത്തുതിരിപ്പിനൊക്കെ പിന്നിൽ, അവരെ ഈ കുത്തുതിരിപ്പൊക്കെ ഉണ്ടാക്കി വോട്ട് നേടുകയാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നു. സുനിൽകുമാർ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. ജയകുമാർ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. പിന്നെ അരുന്ധതി കോലംപറമ്പത്ത് നമസ്കാരം പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ആഘോഷം വേണം, നല്ലതല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു അരുന്ധതി. ഓക്കെ, അപ്പോൾ അതാണ് ഗൗതം ആണ് എന്നോടൊപ്പം ഏറ്റവും ഒടുവിൽ ചേർന്നത്. വിജയകുമാർ പട്ടാമ്പിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ വിജയകുമാർ, അവിടെ സ്കൂളിലൊക്കെ ക്രിസ്മസ് ആഘോഷം ഉണ്ടോ വിജയകുമാർ? പട്ടാമ്പിയിൽ നമ്മുടെ സ്കൂളുകളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പൊതുവെ അടയ്ക്കാണല്ലോ. അപ്പോൾ ഈ BJP RSSകാർ ഇത് തടയാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അവിടെയൊക്കെ? പക്ഷെ ഈ ഭാഗത്ത് അങ്ങനെ ഇല്ല, ജവഹർലാൽ ഭാഗത്ത് ഇപ്പോഴത്തേക്കില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലേ? വല്ല സ്കൂളുകളിലും അപ്പൊ നേരത്തെ പറഞ്ഞ സ്കൂളുകളിൽ അവിടെ ഉണ്ടാവും. പക്ഷെ ഒന്നുണ്ട്, ഇത് ശരിക്കും എല്ലാ ആഘോഷങ്ങളും ഞാൻ മറ്റുള്ള ആൾക്കാർ പറയുന്ന എല്ലാ ആഘോഷങ്ങളും ശരിക്കും നടത്തേണ്ടതാണത്. മത അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ പെടുത്താൻ പറ്റില്ല. എല്ലാ സ്കൂളിലും എല്ലാ പരിപാടികളും ഒരേപോലെ നടത്താമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. അപ്പൊ അബു എന്നോടൊപ്പം ചേരുന്നുണ്ട് കേട്ടോ. അബു കേൾക്കാമോ? അബു എവിടുന്നാ വിളിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ കഠിനംകുളത്ത് നിന്നാണ്. കഠിനംകുളം വളരെ നല്ലൊരു സ്ഥലമാണ് അല്ലേ? അവിടെ ബീച്ചൊക്കെ ഉണ്ട്. അതെ അതെ. ബീച്ചിലൊക്കെ പോകാറുണ്ടോ അബു? ബീച്ചിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാ മതമായിട്ട് എല്ലാവരുമായിട്ട് നല്ല കൂട്ടായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ ക്രിസ്മസ് ആഘോഷമൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു. അവിടെ കഠിനംകുളത്ത് വലിയ ആഘോഷ പരിപാടികളൊക്കെയാണോ നടക്കുന്നത്? അതെ. അവിടെ ബീച്ചിൽ പരിപാടികളൊക്കെ കാണുമല്ലേ? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അതെയോ? ജാതിമത വ്യത്യാസം ഇല്ലാതെ അവിടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പൊ അവിടെ സ്കൂളുകളിലൊക്കെ ക്രിസ്മസ് ഉണ്ടോ? അതോ വിലക്കാൻ RSSകാരൊക്കെ? ബീച്ചില് സ്കൂള് ബീച്ച് ഇവിടെ ഫേമസ് ആണ്. അതെ അല്ലേ? ഓക്കെ, വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം ഇടയം മുരളിയും കൂടി ചേരുന്നുണ്ട്. ഇടയം മുരളി, നമസ്കാരം. 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 സന്തോഷകരമായ പുതുവത്സര ക്രിസ്മസ് ആശംസകൾ. അതെ, സന്തോഷം. അപ്പൊ ശ്രീ ഇടയം മുരളിക്കും ഇതുപോലെ നല്ലൊരു വർഷമാകട്ടെ. ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നോ? ഈ വർഷം എല്ലാ വർഷങ്ങളിലും മായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാത്ത ആളാണ് ശ്രീ മുരളി അല്ലേ? അത് പറയുമ്പോഴാണ് മുൻപ് 10-15 വർഷത്തിന് മുമ്പ് നമുക്ക് അറിയാൻ വയ്യാത്ത പ്രശ്നങ്ങൾ വന്നു ചേരുമായിരുന്നു. പ്രശ്നങ്ങൾ വരുന്ന വഴി മനസ്സിലാക്കി വേറെ വഴി തുടങ്ങി പോരും. അപ്പൊ മൊത്തത്തിൽ ഹാപ്പിയാണ്. എപ്പോഴും എന്റെ ഡ്യൂട്ടിയിലും ഹാപ്പിയാണ്, എന്റെ ജീവിതത്തിലും വളരെ സന്തോഷത്തിലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം വരികയാണ്. കാരണം നമ്മൾ മനുഷ്യൻ അവനവന് ഉള്ളതിൽ സംതൃപ്തനാകാൻ ശീലിച്ചാൽ നമുക്ക് എല്ലായ്പ്പോഴും സന്തോഷം ഉണ്ടാകും അല്ലേ? അപ്പൊ ശ്രീ ഇടയം മുരളിയും നല്ലൊരു പുതുവർഷം വരട്ടെ, ഇത് നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പം അവിടെ എങ്ങനെയാ ഈ അങ്ങയുടെ സ്ഥലത്ത് ഈ ഇതുണ്ടോ കൊല്ലത്ത്? ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളും മറ്റു അതുപോലെ ദേവാലയങ്ങൾ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളും എന്ന് പറഞ്ഞാൽ ജാതി മതവും അങ്ങനെയുള്ള ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. കൊല്ലം അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഇത് വിപുലമായി ആഘോഷിക്കുന്നുണ്ടോ അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളോ? അല്ല, ക്രിസ്മസ് ആഘോഷങ്ങൾ സ്കൂളിലൊക്കെ നമ്മളെ അങ്ങനെ അത് വലുതായിട്ട് സ്കൂളിലെങ്ങും ഉള്ളതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. പക്ഷെ സ്കൂളിൽ ഇത് ഞാൻ ഏതായാലും അങ്ങ് നാഷണൽ ജനതാദളിന്റെ നേതാവ് കൂടിയാണല്ലോ. അപ്പൊ സ്കൂള് ഒരു മതേതര കേന്ദ്രമാകണം എന്ന് കരുതുന്നുണ്ടോ? അതോ അവിടെ എല്ലാ ആഘോഷങ്ങളും? തീർച്ചയായിട്ടും സ്കൂളുകൾ എപ്പോഴും മതേതരത്വ കാഴ്ചപ്പാടിൽ തന്നെയാണ് പോകേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നേ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ആശയങ്ങളോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ സ്മരിക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സ്കൂളിലൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നത് നല്ലതാ. അപ്പോ വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹവും ഒക്കെ ജാതി വലിയ പ്രാധാന്യത്തിന് എടുക്കത്തില്ല.
ഈ ജാതി പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഡേവിഡ് വിജയ് പള്ളുരുത്തി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസിന് ശ്രീ ഡേവിഡ് വിജയ് എന്താണ് ഇന്നത്തെ ഈ സ്പെഷ്യലായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ല, നമ്മളിവിടെ ഓൺലി ഓൾഡ് മാൻ ആൻഡ് വുമൺ ഇൻ മൈ ഹൗസ്. ഞങ്ങൾ പ്രായമായ രണ്ടുപേര് മാത്രമല്ലേ. പ്രായം ആയാലും നമുക്ക് ക്രിസ്മസിന് പ്രായമുണ്ടോ? അല്ല, അവിടെ അത്രയൊന്നുമില്ല. പഴയ പോലെ കാർണിവലില് ഫോട്ടോ വെച്ചിലൊക്കെ പോയി വെളുക്കുന്നവരേക്ക് നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. അവിടെ പൊല്യൂഷനും അതും ഒക്കെ ആയി. അപ്പൊ പപ്പാഞ്ഞിയെ കത്തിക്കലൊക്കെ അവിടെ ഇല്ലേ? അവിടെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് പ്രത്യേക വിഭവങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കുവോ, എങ്ങനെയാണ്? അത്രയ്ക്ക് വീട്ടിൽ പാചകം ചെയ്യുന്ന ആരാണ്? ശ്രീ ഡേവിഡ് വിജയ് ആണോ അതോ ഭാര്യയാണോ? നമ്മുടെ വൈഫ് തന്നെ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ല, രണ്ടുപേരാണെങ്കിലും സഹായമൊക്കെ ചെയ്യില്ല? അങ്ങോട്ടേക്ക് കുറച്ച് സഹായം ചെയ്ത് കൊടുക്കൂലേ? ചെയ്തു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെറുതായിട്ട് പറയണ്ട, ഞാൻ ഭാര്യയോട് വിളിച്ച് ചോദിക്കും ഒരു ദിവസം. കുഴപ്പമില്ല, നമുക്ക് അത്രയ്ക്കൊക്കെ ഉള്ള ആരോഗ്യമല്ലല്ലോ. പിന്നെ മകൾ അവിടെ ഉണ്ട്, അത് ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിട്ട് അവര് നടത്തുന്നുണ്ട് ജാംനഗറിൽ. അതെയോ? അവിടെ എന്റെ കൊച്ച് അവിടുത്തെ ചർച്ച്, സേക്രഡ് ഹാർട്ട് ചർച്ചിൽ ഒരു വേഷമൊക്കെ കെട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട്, മാതാവൊക്കെ ആയിട്ട്. ഈ പറയുന്ന കൂട്ടൊന്നും അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലായിടത്തും വളരെ ഭംഗിയായിട്ടാ പോകുന്നത്. ഇതിപ്പോ കേരളത്തില് എന്താന്ന് വെച്ചാൽ മുനമ്പം പ്രശ്നം കഴിഞ്ഞ പിന്നെ മുനമ്പത്ത് BJP-ക്കാർ ജയിച്ചിട്ടുണ്ട് ഇത്തവണ. കാരണം ആ മുനമ്പം കുടിയിറക്കിന്റെ കാര്യത്തിൽ സഹായിക്കാൻ ഇടതും വലതും ഒന്നും വന്നില്ല. അവരാണ് കൂടുതലായിട്ട് അവിടെ ഇൻട്രസ്റ്റ് എടുത്തതും. ഇവിടുത്തെ ഈടൻ വരെ കൈപൊക്കി എന്ന് പറയുന്നുണ്ട് വഖഫിന് അനുകൂലമായിട്ട്. അതിനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടാണ് ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ കാണുന്നത്. അപ്പൊ വെറുതെ എന്തെങ്കിലും പറഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും BJP-ക്ക് ഒരു ഫർദർ മൈലേജ് ഉണ്ടാകാതിരിക്കാൻ ഇവര് കാട്ടിക്കൂട്ടിയതാണെന്നാണ് എന്റെ തോന്നൽ. അല്ലാതെ ഒരു സ്ഥലത്തും അങ്ങനെ ഞാനൊന്നും കാണുന്നില്ല, കേൾക്കുന്നുമില്ല. പിന്നെ ഇന്നലെ ഒരു വലിയ തമാശ ഞാൻ കേട്ടെന്ന് വെച്ചാൽ പിള്ളേര് കുഞ്ഞുകുട്ടികൾ കരോടും കൊട്ടി ചെണ്ട കൊട്ടിപ്പോകുമ്പോ ആരും കണ്ട് ആക്രമിച്ചു എന്നോ പിള്ളേരെ ബാൻഡുമ്മേല് CPM എഴുതിയിട്ടുണ്ട്. അത് പാർട്ടി അല്ല, മതമായിട്ട് ബന്ധമില്ല. CPM-കാരും എന്താ പറയുന്നത് അവരുമായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ VC തോമസ് എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ആഘോഷങ്ങളെല്ലാം സന്തോഷം നൽകുന്നു, അത് കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാം ആഘോഷിക്കട്ടെ എന്ന് ഗൗതം പറയുന്നു. അപ്പോൾ VC തോമസ് എന്നോട് പറയുന്നു. ഗൗതം പറയുന്നത് പാലക്കാട്ടെ വിഷയം ചർച്ച ചെയ്യണം. പാലക്കാട് ഒരു യുവാവിനെ RSS പ്രവർത്തകർ മർദ്ദിച്ചു, അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ CPM പ്രവർത്തകനും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള CPM ചെയ്തു RSS ചെയ്തൊന്നുമില്ല. ആളെ തല്ലിക്കൊല്ലുന്നതിനോട് ഞങ്ങൾക്കൊരു യോജിപ്പുമില്ല. അത് ആര് ചെയ്താലും അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. കൃഷ്ണൻകുട്ടി എന്ന മണിമല എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു എന്ന ആ മനോഹരമായ ഗാനം എഴുതുകയാണ്. മനസ്സ് പങ്കുവെച്ച മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നാണ്. രഘുനന്ദനൻ തിരുമുല്ലവാരത്ത് നിന്ന് ഇങ്ങനെയൊരു സംഭവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ് എന്ന് എന്നോട് പറയുന്നു. അത് എവിടെയും നടക്കാതിരിക്കാൻ നടപടി ഉണ്ടാകണം എന്ന് രഘുനന്ദനൻ പറയുന്നു. നമുക്ക് ഹിന്ദു മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാത്ത ലോകം ഭ്രാന്താലായി ആയിരം മാനവഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ഓഹ, ഭയങ്കരമായ ആ ഗാനത്തിൻ്റെ വരികൾ എവിടെ എഴുതുകയാണ്. സത്യം എവിടെ? സൗന്ദര്യം എവിടെ? സ്വാതന്ത്ര്യം എവിടെ? നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ? നിത്യസ്നേഹങ്ങൾ എവിടെ? 1000 യുഗങ്ങൾ ഒരിക്കൽ വരാറുള്ള അവതാരങ്ങൾ എവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ അജികുമാർ എന്നോടൊപ്പം വൈപ്പിൻ നിന്ന് ചേരുകയാണ്. ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന ഇടമാണ് വൈപ്പിൻ അല്ലേ ക്രിസ്മസിൽ? അജികുമാർ. ഓക്കെ, പ്രസന്നൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, നമസ്കാരം സർ. നമസ്കാരം. മാളയിൽ വലിയ ക്രിസ്മസ് ആഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്കറിയാം അല്ലേ? അതെ 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 അതെ. അപ്പോൾ ശ്രീ പ്രസന്നൻ എന്താണ് ക്രിസ്മസിന് പരിപാടി? വല്ല സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോവുകയാണോ അതോ സ്വന്തം വീട്ടിൽ വലിയ ആഘോഷം സംഘടിപ്പിക്കുകയാണ്? എന്റെ വൈഫ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അവരുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്യും. ഒരു ദിവസം അങ്ങോട്ട് പോകും, പിന്നെ അങ്ങോട്ട് കേട്ട് ഭാര്യ വീട്ടിൽ വേറെ പെങ്ങളുടെ വീട്ടിലൊക്കെ പോകും. അങ്ങനെ. അപ്പോൾ അവിടെയൊക്കെ ഈ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം തടയാനൊക്കെ നീക്കം വല്ലതും നടക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ RSS-നെതിരെയൊക്കെ ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴിവുണ്ടോ? എനിക്ക് വളരെ എന്താ പറയുക ബാലിശമായിട്ട് തോന്നുന്നു അവർ കേട്ടത്. അതായത് നമ്മുടെ നാട്ടിൽ ഇനിയൊന്നും അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ ആരും ചിന്തിക്കില്ല. പ്രാദേശികമായിട്ട് എവിടെന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ പൊട്ടി മുളച്ചാൽ തന്നെ
അപ്പൊ അത് തന്നെ അത് തല്ലിക്കെടുത്താനുള്ള ഒരു മെക്കാനിസം നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ ഈ തൽപര കക്ഷികള് RSS വന്ന് BJP വന്ന് ഈ വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ഓരോ വീട്ടിൽ മാറി മാറി പറയും BJP വരൂട്ടോ, RSS വരൂട്ടോ, നിങ്ങളൊക്കെ പുറത്താക്കും, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാന്നല്ലാണ്ട് പണ്ട് കൊച്ചുനാങ്ങളെ നോക്കാൻ വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അത് അധികകാലം ഒന്നും വില പോകില്ല എന്ന് എനിക്ക് തോന്നണേ. ഇത് കാരണം നമ്മുടെ കൺവട്ടത്ത് അങ്ങനെ ഒരു സംഭവങ്ങളില്ല. 11 കൊല്ലം ഇന്ത്യ ഭരിക്കുന്നു, BJP ഭരിക്കുന്നു. ഇന്നവരെ ഏതെങ്കിലും ഒരു മുസൽമാനോ ഒരു ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അങ്ങനെ ഒരു പാർട്ടിക്കുലർ എവിടെയെങ്കിലും ലോക്കലായിട്ട് എന്തെങ്കിലും 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ മുളയിലേ നുള്ളുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. അത് രാജ്യവ്യാപകമായിട്ട് നീങ്ങുന്ന ഒരു സമ്പ്രദായമോ അവരുടെ സംസ്കാരമോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി മസ്കറ്റിൽ പോയി അവിടുത്തെ പരമോന്നത ബഹുമതി കിട്ടി. അങ്ങനെ 28ഓ 29ഓ രാഷ്ട്രങ്ങൾ പരമോന്നത ബഹുമതികൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തു, നമ്മുടെ രാഷ്ട്രത്തിന് തന്നു എന്ന് പറയുന്നത് വെറുതെ തരുന്നതല്ലല്ലോ. അതിനതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം ജയരാജൻ കൂടി കാടാമ്പുഴയിൽ ചേരാണ്. ജയരാജൻ, എനിക്ക് തോന്നുന്നു കുറെ ആയില്ലേ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്? ആണോ? ഞാന് കുറെ വിളിച്ചിരുന്നു, കിട്ടാതെ കൊണ്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ കാടാമ്പുഴയിൽ എൻ്റെ ഒരു നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുണ്ട്, അഹമ്മദ് ബാബ. അപ്പൊ അദ്ദേഹം അവിടുന്ന് സ്ഥിരമായി വിളിക്കും. പക്ഷെ അങ്ങ് എനിക്ക് തോന്നുന്നു 5-6 മാസമായോ? അല്ല, ഞാൻ വിളിച്ചിരുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താ സാറിനെ ഞാൻ തിരക്കിയിരുന്നു, സാറിന് സുഖമില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ശരിയാ. ഞാനും പിന്നെ സുഖമില്ലാതെ തിരുവനന്തപുരം RCCയിലൊക്കെ ആയിരുന്നു, ബ്ലഡിൽ ക്യാൻസർ. അപ്പൊ അങ്ങനെ അങ്ങ് കുറെ അങ്ങ് നീണ്ടു പോയി. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ ശരിയായോ? ആരോഗ്യം കുറച്ച് മോശമാണ്, ഇങ്ങനെ പോകുന്നു. വിശ്രമിക്കുകയാണ് അല്ലേ? വിശ്രമിക്കുകയാണ്. അപ്പൊ ഈ കാടാമ്പുഴയിലൊക്കെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ഏത് തരത്തിലാണ് നീങ്ങുന്നത് ശ്രീ? നല്ല രീതിയിലാണ് സാറേ ഇവിടെ പോകുന്നത്. അവിടെ ഈ ഇത് ആഘോഷം തടയാനും അങ്ങനെയൊക്കെ എന്തെങ്കിലും നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അത് ഇതൊക്കെ ഈ RSSനെതിരെ വ്യാപകമായി ഇങ്ങനെ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്, ഇവർ തടയാൻ പോകുന്നു. അത് പറഞ്ഞുണ്ടാക്കുന്നില്ല, ചില ഏരിയയിലൊക്കെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ചില ഏരിയയിൽ പത്രമാധ്യമങ്ങൾ നമ്മൾ അറിയുന്നു കേട്ടോ, നമ്മൾ നേരിട്ട് കണ്ടതല്ല, അങ്ങനെ കാണുന്നുണ്ട്. എന്റെ സ്വന്തം നാട് കോട്ടയം ജില്ലയിൽ പാലയാണ് സാറേ. പാലയിലേക്ക് പോകുന്നുണ്ടോ ഈ ക്രിസ്മസ്? അവിടെ ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ? എന്റെ വീട് ഇരിക്കുന്ന അതിന്റെ നടുക്ക് തന്നെയാണ് ഇരിക്കുന്നത്, പാല വിളക്കം പൈക എന്ന് പറയും. അപ്പൊ അതിന്റെ അമ്പലത്തിന് തൊട്ടടുത്ത് അമ്പലവും പള്ളിയുടെ തൊട്ടടുത്താണ് എന്റെ വീട് ഇരിക്കുന്നത്. അപ്പൊ ക്രിസ്മസിന് പാലയിലേക്ക് പോകുന്നു അതോ യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ക്രിസ്മസ് ട്രീ തൂക്കുന്നുണ്ട്, അതുപോലെ ഇലുമിനേഷൻ ബൾബ് തൂക്കും, കുട്ടികളെ കൊണ്ട് തൂക്കിക്കും. പിന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കും. നമ്മളെ അങ്ങോട്ട് വിളിക്കും, ക്രിസ്മസ് കേക്ക് തരും. വളരെ സൗഹാർദ്ദപരമായിട്ട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല അങ്ങനെയാണല്ലോ സാർ, വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്നതാണ് എല്ലാ ആഘോഷങ്ങളിലും. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇവിടെയുള്ളത്. അതിന്റെ അകത്ത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങളടക്കം അവരെ തള്ളി പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ഉണ്ടായില്ല, ഇനി ഉണ്ടാകാനും പാടില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം KG കുമാർ ചേരുകയാണ്, കൊട്ടാരക്കരയിൽ. ശ്രീ കുമാർ. ഹലോ. ശ്രീ കുമാർ, അവിടെ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷമൊക്കെ നടക്കുന്നുണ്ടോ കൊട്ടാരക്കരയിൽ? ഇവിടെ സാധാരണ ഉള്ള പോലെ തന്നെ ക്രിസ്മസ് ആഘോഷമെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ മന്ത്രി പറയുന്നത് സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ ശ്രമിക്കുന്നു, സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് ക്രിസ്മസ് വിലക്കിയാൽ അത് ഗൗരവത്തിലെടുക്കും, കേരളത്തിൽ ഇങ്ങനെ ഇതൊന്നും സമ്മതിക്കില്ല, മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡൽ ഇവിടെ വരുന്നു, അത് അനുവദിക്കില്ല, ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ഉള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ പോകും, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം വലിയ തോതിൽ ഇത് നാട്ടിൽ വിലക്കുന്നുണ്ടോ? ഇത് ആ സംഭവം നടന്ന സ്ഥലത്ത് അവര് ഏതോ 2 നേരത്തെ പോലെ അഭിപ്രായ വ്യത്യാസമുള്ളവരും രാഷ്ട്രീയമായിട്ട് എന്തോ ഭിന്ന ചേരിയിലുള്ളവരും തമ്മിൽ ഞങ്ങൾ നടത്താൻ അല്ലെങ്കിൽ നിങ്ങൾ നടത്തണ്ട എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഏറ്റുമുട്ടിയത് വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ അതിനകത്ത് ഉണ്ടാവും, അതായിരിക്കും സംഭവം. അല്ലാതെ സ്കൂളുകളിൽ എന്തെങ്കിലും നടത്തുന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമോ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നടത്തത്തില്ല, പിന്നെ നടത്താൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല, തടയും എന്നൊക്കെ പറയുമ്പോൾ അത് ഒറ്റപ്പെട്ട ഇവര് തമ്മിലുള്ള എന്തെങ്കിലും ഇതോ അഭിപ്രായ വ്യത്യാസമോ അത് നടത്തുന്ന രീതിയെ കുറിച്ചുള്ള തർക്കമോ എന്തെങ്കിലും ആയിരിക്കും. അല്ലാതെ സ്കൂളുകളിൽ എല്ലായിടത്തും ഒരു ലളിതമായിട്ട് എന്തെങ്കിലും ആയിരിക്കുമല്ലോ നടത്തുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും ഇത് വെറുതെ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയ വിവാദമാണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് അല്ലേ? പിന്നെ ഈ ഛത്തീസ്ഗഡുകാരൻ ഒരാൾ മരിച്ചത്, അതിൽ 4 പ്രതികളിൽ അവര് 4 പേരും യാദൃച്ഛ്യമായിട്ട് വന്ന് തൊഴിലുറപ്പ് സ്ത്രീകളിൽ പരാതി പറഞ്ഞു, അപ്പൊ പിടിച്ച് അതിലാരോ ആൾക്കാർ അടിച്ച്
അങ്ങനെ സ്ത്രീകളും അടിച്ചെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പം ഇപ്പൊ ഇന്ന് രാവിലത്തെ വാർത്ത ഇത് പറയുന്നു RSS പ്രവർത്തകർ സംഘം ചേർന്ന് അയാളെ തല്ലിക്കൊല്ലുമായിരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇങ്ങനെ മനുഷ്യരെ തല്ലിക്കൊല്ലുമ്പോൾ അതിൽ RSS പ്രവർത്തകർ ഉണ്ടെങ്കിൽ അത് തടയേണ്ടവരല്ലേ? ഏത് പാർട്ടിക്കാരാണെങ്കിലും, RSS ആയാലും CPM കാരായാലും BJP-ക്കാരായാലും എല്ലാവരും തടയേണ്ടവരല്ലേ? അവരിതിന് കൂടെ ചേരാമോ? ഏത് പാർട്ടിയിൽപ്പെട്ടാരായാലും അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ട് ഏൽപ്പിക്കുക, നിയമപാലകരെ ഏൽപ്പിക്കുക. അതാ വേണ്ടത്. അല്ലാതെ ഇവര് ഇത്ര മാരകമായിട്ട് നീചമായിട്ട് ഒരാളിനെ തല്ലിക്കൊല്ലേണ്ട കാര്യം ഒന്നും ഇല്ല. പിന്നെ ഈ ആരും പറഞ്ഞാൽ കേൾക്കാത്ത, പിന്നെ ഈ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായത്തിന് എന്തെങ്കിലും സ്വന്തമായിട്ട് ഓരോ ഇതൊക്കെ പറയുന്ന, അതിപ്പോ ഏത് പാർട്ടിയിലും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. അല്ലാതെ അതൊന്നും ഒരു പൊതുവേ ഉള്ളതല്ല. സ്കൂളിലായാലും ശരി ഈ ആൾക്കാരെ ആളുകളെ ഈ ഇതിനകത്ത് വെച്ചോണ്ടിരിക്കുന്നത് എന്തെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഏതായാലും അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പം നമ്മുടെ രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ സ്കൂളുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തിക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയമായി ഒരു നിലപാടുള്ള ആളാണ്. അപ്പോൾ ഈ സ്കൂളിനെ പറ്റി ഒരുപക്ഷെ അങ്ങേക്ക് എന്നേക്കാൾ കൂടുതൽ അറിയും. ഈ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അതൊരു ആഘോഷം എന്ന നിലയിൽ സംഘടിപ്പിക്കുന്നു. പക്ഷേ ഒരു മതേതര സമൂഹമായി നിൽക്കേണ്ട ഒരു സ്ഥലമാണ് സ്കൂൾ. അവിടെ ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷം വേണ്ട എന്ന് പറയുന്നു. അതിനെയൊക്കെ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എങ്ങനെയാണ് കാണുന്നത്? തികച്ചും ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യത്തോടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുവെങ്കിൽ അത് കൃത്യമായിട്ടും ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് പരിശോധിക്കേണ്ടതാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിന് അങ്ങനെ തോന്നുന്നുണ്ട് ഈ RSSകാർക്ക് ഇതിനോട് എന്തെങ്കിലും അലർജി ഉണ്ട്, അവരിത് പലയിടത്തും തടയുന്നുണ്ട്, അങ്ങനെയുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ഇപ്പൊ ചാത്തന്നൂര് കൊല്ലത്തും ഒക്കെ പണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങളൊക്കെ ലൈവായിട്ട് നിൽക്കുന്നവരാണ്. ഇവിടെ ഞങ്ങളെ ചാത്തന്നൂരോ കൊല്ലം ജില്ലയിലോ ഒന്നും അങ്ങനെ വലിയ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷമില്ല. കാരണം ഇന്ന് തീവ്രമായ ജീവിത യാഥാർത്ഥ്യം എല്ലാ പാർട്ടിയുടെയും ഈ ഇത്തരത്തിലുള്ള കക്ഷികളുടെ മുന്നിൽ വന്ന് ജീവിക്കാൻ വലിയ പാടാ. അതുകൊണ്ട് ആരും ഇത്തരത്തിലുള്ള പഴയതുപോലെ ആടാവാനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ആളിനെ കിട്ടത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയക്കാർ എത്രയോ നന്നായി പോയെന്നറിയാം. അവർ കുടുംബം നോക്കി നടക്കുകയാണ്. പണ്ടത്തെ കണക്ക് അടിക്കാനോ പിടിക്കാനോ ഒന്നും ആരും പോകുന്നില്ല. കാരണം അവരെ ഞങ്ങളെ പോലുള്ളവർ എപ്പോഴും ബോധ്യമാക്കി കൊടുക്കും. നിങ്ങൾ നമ്മുടെ ആശയം, അത് മന്നത്ത് പത്മനാഭൻ ഒരു സമുദായത്തിന്റെ നേതാവായിട്ട് പറയുന്നു. മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, അതായത് സ്വസമുദായ സ്നേഹം എന്നാൽ മറ്റുള്ള സമുദായങ്ങളോടുള്ള പിന്നെ ദേഷ്യം, അല്ലെങ്കിൽ അവരോടുള്ള അവജ്ഞ, അല്ലെങ്കിൽ അവരോടുള്ള പിന്നെ മറ്റു എതിരഭിപ്രായം ഒന്നും പാടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, നമ്മളെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമീപകാലത്തായിട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാത്ത ചില വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ പറയുന്നില്ല, പലതിലും കടന്നുകൂടിയിട്ടുണ്ട്. അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. അവർ ഈ പാർട്ടിയെ പ്രയോജനപ്പെടുത്തി അവരുടെ ചില ചട്ടമ്പിത്തരങ്ങളൊക്കെ ഇതിന്റെ മറവിൽ തീർച്ചയായും ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളെ പ്രവർത്തകരോട് എപ്പോഴും പറയുന്നത്. ഞാൻ അവിടെയാണ് എനിക്കൊരു ചെറിയൊരു ആശയ ഇതുള്ളത്. ഇപ്പൊ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ CPI-യുടെ നേതാവാണല്ലോ. CPI-യിൽ ഇങ്ങനത്തെ ആളുകളില്ല, കുറവാണ് അല്ലേ? ഞങ്ങളൊരു പാവപ്പെട്ട പാർട്ടി, കൊച്ചു പാർട്ടി, വലിയ രാഷ്ട്രീയ പക്ഷെ CPI-യേക്കാൾ ശക്തി കുറഞ്ഞ പാർട്ടികൾ ഈ അക്രമത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ പാർട്ടികൾക്ക് കൂടി അതിൽ ചെറിയ പങ്കില്ലേ എന്നൊരു സംശയം എനിക്ക് അതുകൊണ്ടാണ് വരുന്നത്. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു CPM-നെ ആക്രമിക്കുന്നവർ CPI ആക്രമിക്കുന്നില്ല. അത്തരത്തിലുള്ള ദുഷ്ടശക്തികളെ നമ്മൾ ഒന്നിലും വെച്ച് പൊറപ്പിക്കരുത്. നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഗുണ്ടകളെ വളർത്തുകയോ നമ്മുടെ വിദ്വേഷം തീർക്കുന്നതിന് വേണ്ടി എതിരാളിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ, ആളിന് ഒരു പാർട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ സമീപകാലത്ത് പൊതുവെ ഇപ്പൊ ചില പാർട്ടികൾക്ക് ചില ഗ്രാഫൊക്കെ ഉയർന്നത് കൊണ്ട് ഒരു ആശങ്ക പൊതുവെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക ഉണ്ടാക്കിയെടുക്കുന്ന പാർട്ടി ഏതാണോ അവരത് പിന്നെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വിദ്യാലയങ്ങളിൽ എല്ലാവരും കളിച്ചു വളരട്ടെ. ഓണാഘോഷത്തിന് എന്റെ അറിവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണാഘോഷത്തിന് എല്ലാ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും ഒക്കെ ക്രിസ്ത്യൻ കുട്ടികളും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ആ ഒരു സംസ്കാരം, എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മാത്രം പോരാ പെരുമാറ്റച്ചട്ടം. നല്ല ഒരു പുതിയ ആഭ്യന്തരം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുപ്പിനൊക്കെ എന്തൊരു മര്യാദക്കാരെല്ലാവരും, സ്ഥാനാർത്ഥി മര്യാദക്കാര്, പിന്നെ രാഷ്ട്രീയ നേതാക്കൾ മര്യാദക്കാര്, വണ്ടി ഓടിക്കുന്നവർ മര്യാദക്കാര്, കൊടി കിട്ടുന്നവർ മര്യാദക്കാര്, അത്തരത്തിൽ ഭയക്കുന്ന ഒരു സംവിധാനം. അല്ല, ഭയം എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഈ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഇല്ലാതാക്കുവാൻ ഒരു ബദൽ സംവിധാനം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. ഒരാളും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒന്നിനെയും മുതലെടുക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും പേടിയാണ്. എന്തുകൊണ്ടാണ് ഒരു സമാന്തര സംവിധാനം? അതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള കൃത്യങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും അതിൽ ഇലക്ഷൻ ആകുമ്പോൾ മാത്രം എന്താ ഒരു ഡീസന്റ് ആവുന്ന രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ആക്രമിക്കുന്നില്ലല്ലോ. അപ്പൊ സ്ഥാനാർത്ഥിക്ക് ദോഷം വരും.
എന്തൊരു മര്യാദക്കാരായ ഇലക്ഷൻ സമയത്ത് നിങ്ങളെ കണ്ടല്ലോ. അപ്പൊ അത്തരത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മാനസിക വ്യാപാരം മാറ്റിയെടുക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർക്ക് പങ്കുണ്ട്. മത നേതാക്കന്മാർക്ക് പ്രത്യേകം പങ്കുണ്ട്. മതസ്പർദ്ധ ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യങ്ങളും ഒരു മത നേതാവും ഉണ്ടാക്കുവാൻ പാടില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാം. വളരെ ആശങ്കയുണ്ട് നമ്മുടെ നാട്ടിൽ. താങ്കൾ പറഞ്ഞ ഈ വിഷയം എടുത്ത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ തിരുവനന്തപുരത്ത് ഏതോ സ്കൂളിൽ ക്രിസ്മസ് കരോളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ എന്തോ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ട് പാടിയെന്ന്. ഒരിക്കലും അത് അംഗീകരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടി അതിന് പോകരുത്. ഞങ്ങൾ CPI അതിന് പോകാറില്ല. ഞങ്ങൾ പാവപ്പെട്ട ഒരു പാർട്ടിയാണ്. ഞങ്ങൾ ഒരു മുതലെടുത്തുകൊണ്ടുള്ള ഒരു ലാഭവും ഞങ്ങൾക്ക് വേണ്ട എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ എന്നോടൊപ്പം ഒരു ഫോർട്ട് കൊച്ചിക്കാരൻ ചേരുന്നുണ്ട്, റിയാസ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോൾ റിയാസ്, ക്രിസ്മസ് അവിടെ ഫോർട്ട് കൊച്ചിയിൽ അടിച്ച് പൊളിക്കാനുള്ളൊരു അല്ലേ, അടിച്ചു പൊളിക്കാന്ന് വെച്ചാൽ നല്ല അർത്ഥത്തിൽ ഞാൻ പറയുന്നത് ആഘോഷിച്ച് തിമിർക്കാനുള്ള അല്ലേ? തീർച്ചയായും. ഫോർട്ട് കൊച്ചിക്കാർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ, ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ് അല്ലേ? അതെ തീർച്ചയായും. അവിടെ ഇത്തവണ പപ്പാഞ്ഞിയൊക്കെ കത്തിക്കുകയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഉണ്ട്. നമ്മളുടെ വെളിയില് നമ്മളുടെ മരങ്ങള് അലങ്കരിക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യുമല്ലോ. അപ്പൊ ആളുകളൊക്കെ ഈ ക്രിസ്മസ് കേക്കൊക്കെ കൊണ്ടുതന്നു തുടങ്ങി. എന്താണ് അതോ? തീർച്ചയായും നമ്മളുടെ ഇപ്പൊ ഞങ്ങള് ഓഫീസിൽ വർക്ക് ചെയ്യണവരും എല്ലാവരും, നമ്മളുടെ സാറായാലും എല്ലാവരും കേക്കൊക്കെ നമ്മൾക്ക് തരികയും നമ്മളിത്. റിയാസിന്റെ ഓഫീസിൽ എത്ര ആളുകളുണ്ട്? എന്റെ അവിടെ ഒരു 10 പേരുള്ളൂ. 10 പേരും കേക്കൊക്കെ കൊണ്ടുവന്ന് ആഘോഷിക്കാനൊക്കെ. നമ്മളുടെ സാറാണ് ഈ 10 പേർക്ക് കേക്ക്. അതെന്താ, എന്ത് ഓഫീസാണത്? അത് ഞാനൊരു മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിന്റെ. അപ്പൊ അതിന്റെ ഉടമയാണ് കേക്കൊക്കെ തരുന്നത്? അതെ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് സാജു എന്നാണ്. അപ്പൊ സാജു ആണ് നിങ്ങൾക്ക് കേക്കൊക്കെ തരുന്നത്. അപ്പൊ നിങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. തീർച്ചയായും. ഞങ്ങളുടെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വികാരമാണ് അവിടെ. ഈ ഡിസംബർ മാസവും ഈ 31st ഈ പപ്പന കത്തിക്കലോ ഒക്കെ അവിടുത്തെ ജനങ്ങള് മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഇതിലോ ഒന്നുമല്ല സാറേ. നമ്മളത് എല്ലാവരും ഒന്നായിട്ടൊരു. അപ്പൊ അവിടെ ഈ BJP-കാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നില്ലേ, സംഘപരിവാറുകാരൊക്കെ? തീർച്ചയായും. എത്രയോ ഈ ആളുകൾ ഇങ്ങനെ വെറുതെ പറഞ്ഞുണ്ടാക്കിയാണോ ഇവരിതിനെ എതിർക്കുന്നു എന്നൊക്കെ പറയുന്നത് സത്യത്തിലുള്ളതാണ്? അത് 1-2 ചില സ്ഥലങ്ങളിൽ മാത്രമല്ലേ സാറേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോർട്ട് കൊച്ചിയിലുള്ളവർ എല്ലാവരും, അത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല അതില് ഈ പരിപാടിയിലേക്ക്. അപ്പൊ ഏതായാലും ഓഫീസിലെയും മാർക്കറ്റിംഗ് കേന്ദ്രത്തിലെയും സാജുവിനും അതുപോലെ മറ്റ് സുഹൃത്തുക്കൾക്കും ഒക്കെ എന്റെ അന്വേഷണവും പുതുവത്സരാശംസകളൊക്കെ അറിയിക്കണം റിയാസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അജി കുമാർ എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. വൈപ്പിൽ നിന്ന് ഈ ഫോർട്ട് കൊച്ചിക്കാർ ഈ ന്യൂ ഇയറും ക്രിസ്മസും ഭയങ്കര ആഘോഷിക്കുന്ന ആളുകളാണ്. ധാരാളം പേര് അവിടുന്ന് വിളിക്കുന്നു. അജികുമാർ, ഹലോ സാർ. എന്താ അവിടെ വലിയ ആഘോഷത്തിന്റെ തിരക്കിലാന്ന് തോന്നുന്നു അല്ലേ? സാറേ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. സാറേ ഞാനൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഒരു 3 ചോദ്യമാണ്. ഈ സാറിനോട് ചോദിക്കുമ്പോഴേക്ക് ആ ചോദ്യത്തിന് നമ്മുടെ ഇപ്പോഴത്തെ ഭരണപക്ഷം പബ്ലിക്കായിട്ട് നമ്മുടെ ജനസമൂഹത്തിന്റെ മുമ്പിൽ മറുപടി കൊടുക്കണം. അതാണ് ആ ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ഇവിടെ 4 പേര് കൂടെ ചേർന്നുകൊണ്ടൊരു മനുഷ്യനെ വെട്ടിക്കൊന്ന് 44 മുറിവുകൾ കൂടുതൽ ആ മനുഷ്യന്റെ ശരീരത്തുണ്ടായിരുന്നു. അതൊരു മനുഷ്യ ശരീരം തന്നെയല്ലാണോ സാറേ? അതെ, അതൊക്കെ ഒരു കാരണവശാലും ഈ നാട് അംഗീകരിക്കാൻ പാടില്ലാത്ത. ഒരു പട്ടിയെ കൊന്നു കഴിഞ്ഞാല് ആ പട്ടിയെ കൊല്ലുന്നവന്റെ പേരിൽ കേസുള്ള നാടാണ് നമ്മുടെ കേരളം. എന്നിട്ടാണ് അവിടെയാണ് ഒരു മനുഷ്യനെ അടിച്ചു അവിടെയാണ് ഒരു മനുഷ്യന്റെ ജീവന് ഒരു വില പോലും കൽപ്പിക്കാതെ അങ്ങനെ ചെയ്തത്. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ശബരിമല അയ്യപ്പന്റെ വിഗ്രഹമോഷണത്തിന്റെ പേരില്, ആ സ്വർണ്ണ മോഷണത്തിന്റെ പേരില് CPM-ന്റെ ഏറ്റവും വലിയ നേതാവാണ് അതിന്റെ ഏറ്റവും വലിയ പങ്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ള വാർത്തയിൽ ന്യൂസിൽ നമ്മൾ കണ്ട്. 2. ആ ചോദ്യത്തിനും ആ നേതാവ് തന്നെ മറുപടി പറയണം. 3ാമത്തെ ചോദ്യം, ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ നിന്ന് കുട്ടികളെ, കരോളിന്റെ പരിപാടികളുടെ പേരിൽ ഈ കുട്ടികളെ വിലക്കിയത് അത് എന്ത് നിയമമാണ്? ഏത് ജാതിയുടെ മതം? നമ്മുടെ കേരളത്തിൽ ജാതിയും മതവും ഒന്നുമില്ല. നമ്മുടെ കേരളത്തിലുള്ള 2 ജാതിയേ ഉള്ളൂ, ഒന്ന് സ്ത്രീ ഒന്ന് പുരുഷനും. ശരിയാണോ സാർ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അപ്പൊ ഈ 3 ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഉത്തരം താങ്കൾ തന്നെ പറഞ്ഞോണ്ട് ഞാൻ പറയണ്ടല്ലോ. അല്ല, ഈ ചോദ്യം താങ്കൾ തന്നെ ഞാൻ ചോദിച്ചതായിട്ട് താങ്കൾ തന്നെ ഒന്ന് പറയാവുന്ന. അല്ല, ഞാനായിട്ട് പറയണ്ട, അങ്ങും പൊതുവേദിയുടെ ഒരു ഭാഗമല്ലേ. അപ്പൊ അങ്ങ് ചോദിക്കുന്നത് എല്ലാവരും കേൾക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി, ഏറ്റവും ചങ്കുറ്റുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സഖാവ്, അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ നാളെ ഗവർണർക്ക് രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് രാജിവെച്ചിറങ്ങണം. എന്തിന്?
പുള്ളിയുടെ മൂക്കിന്റെ തുമ്പത്താണ് ഈ പരിപാടി എല്ലാം നടക്കുന്നത്. ഈ 4 പേരൂടെ ചേർന്നുകൊണ്ട് അല്ല, അതിന് മന്ത്രി പറഞ്ഞില്ലേ കർശന നടപടി എടുക്കും, അത് സമ്മതിക്കില്ല, അതുപോലെ ഇപ്പൊ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുഖ്യമന്ത്രി എന്താണ് സാറേ നടപടി? എന്താണ് നടപടി? ഈ വെട്ടിക്കൊന്നവന്റെ കുടുംബത്തിന് എന്താണ് നടപടി? അവന്റെ പെണ്ണുമ്പിളെ മക്കളെ സർക്കാർ സംരക്ഷിക്കുവോ? അല്ല, ആ സംഭവത്തിൽ അതിൽ കർശന നടപടി എടുക്കാനായിട്ട് ആളുകൾ അറസ്റ്റിലായി, മറ്റുള്ളവർ ഒളിവിൽ പോയി, അവരെല്ലാം പിടിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും ഉണ്ടാകത്തില്ല. ക്രിസ്മസിന്റെ കാര്യമാണ്, മറ്റേതിൽ കർശന നടപടി ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ക്രിസ്മസിന്റെ കാര്യത്തിൽ, ക്രിസ്മസ് വിലക്കിയ ക്രിസ്മസിന്റെ കാര്യം, ആ കരോളിന്റെ പ്രശ്നത്തിൽ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ വിലക്കെട്ട കുഞ്ഞുങ്ങളെ ക്രിസ്മസ് കരോൾ നടത്തിക്കോട്ടെ. അല്ല, അത് കർശന നടപടി ഉണ്ടാവുമെന്നാണ് ഞാൻ. ഇവിടെ ജാതിയില്ല, മതമില്ല. കേരളത്തിൽ ജാതിയും മതവും ഒന്നുമില്ല. കേരളത്തിൽ 2 മത ജാതിയേ ഉള്ളൂ. വ്യക്തമാണ്. അപ്പൊ അത് പറഞ്ഞതാണല്ലോ, ഒരിക്കൽ പറഞ്ഞാണ്. ഓക്കെ. അപ്പൊ അജിൽ കൂടി എന്നോടൊപ്പം ചേർന്ന് പാലക്കാട് നിന്നാണ്. അജിൽ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് കഞ്ചിക്കോട്. കഞ്ചിക്കോട്. കഞ്ചിക്കോട് സമീപത്തല്ലേ ഈ പ്രശ്നമൊക്കെ നടന്ന അജിലെ? അതെ അതെ. അപ്പൊ ഇപ്പൊ ഒരു പ്രേക്ഷകൻ അതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് RSSകാരാണെന്നൊക്കെയുള്ള ഇത് ഇങ്ങനെ പറയുന്നത്, രാഷ്ട്രീയ ഇതൊന്നും അല്ല, കുറെ ആളുകൾ ഒരാളെ അടിച്ചു കൊല്ലുകയാണെന്നൊക്കെ പറയുന്നത്. അജിലിന് എന്താണ് അവിടെ നിന്ന് മനസ്സിലായത്? നമ്മള് അറിയുന്ന വിവരം വെച്ചിട്ട് അത് RSSകാരന്നെയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. അതെയോ? അതുപോലെ പുതുശ്ശേരിയിൽ ഇന്നലെ മറ്റേ കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിലും RSSകാരനെയാണ്. അത് അപ്പൊ ഈ CPMന്റെ എന്തോ ഒരു ഡ്രം കൊണ്ടുവന്ന അത് 2 പാർട്ടിക്കാർ തമ്മിലുള്ള തർക്കമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല അല്ലേ? അല്ല, ഡ്രമ്മിൽ അത് ഓൾറെഡി എല്ലാ വർഷവും അവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പോ അവരെ എല്ലാ വർഷവും വന്ന് എടുക്കുന്ന പോലെ അവർ വന്ന് എടുത്തു. പക്ഷെ ഇപ്രാവശ്യം അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് കരോൾ സംഘത്തിന് നേരെ, അത് 14-15 വയസ്സുള്ള താഴെയുള്ള കുട്ടികളാണ് അതിന് പോയത്, അതിന്റെ കൂടെ നടക്കുന്നത്. അവരെയാണ് ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഈ സാധാരണക്കാരായ ആളുകളൊക്കെ ഇല്ലേ, അവരൊക്കെ ഇത് കണ്ടിട്ട് എന്താണ് പറയുന്നത്? അവര് ശക്തമായ നടപടിയൊക്കെ അവരാരും അവരുടെ കൂടെ ഇല്ലല്ലോ. ഇപ്പൊ പുതുശ്ശേരി പഞ്ചായത്തില് 24 സീറ്റിൽ 1 സീറ്റ് BJP ഉള്ളൂ. ബാക്കി 23 സീറ്റും അതില് 16-17 സീറ്റും LDFും ബാക്കി UDFും ആണ്. അവരാരും, ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്ക് ഗുണമുള്ള കാര്യമൊന്നും അവര് ഇതുവരെ ചെയ്തതായിട്ട് നമ്മുടെ നാട്ടില് ആർക്കും അറിയില്ല. അവർക്ക് തല്ലിക്കൊല്ലാനും ആ നാട്ടിൽ പോയിട്ട് പോലും നിങ്ങളോട് ബൈറ്റ് എടുത്തു കഴിഞ്ഞാല് ആ നാട്ടിലെ 90% പേരും അവരുടെ നാട്ടുകാരെ രക്ഷിക്കാനുള്ള സംസാരം പറയുള്ളൂ. അവരിങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, കള്ളനാണെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തല്ലിക്കൊന്നു. ഞങ്ങളത് കള്ളനാണെന്നും നമ്മുടെ നാട്ടിൽ ആർക്കും അധികാരമില്ല. പോലീസിനെ വിളിക്കാം, അയാളെ ഇന്ന സംശയമുണ്ട് എന്ന് പറയാം, പോലീസ് അന്വേഷിക്കും. അതെ അതെ അല്ലേ? അതെ 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 അതെ. നിയമത്തിന് കീഴടങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്, നമ്മളൊരു സ്റ്റേറ്റിന്റെ പൗരന്മാരാണ്. അപ്പോൾ ആ സ്റ്റേറ്റിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുക. അജിൽ എന്ത് ചെയ്യുന്നു അവിടെ? ശരി, ഞാനിവിടെ നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിലോ? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് അവധിയാണോ? ഓഫീസില്ലേ? ഇന്ന് ലീവാണ്. താങ്ക് യു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ അവധി ദിവസം പൊതുവേദിക്കൊപ്പം ചേർന്നതിൽ സന്തോഷം. അപ്പോൾ അജിൽ അവിടെ നിന്ന് ഉള്ള ഒരു ചിത്രം ആ നാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പങ്കുവച്ചത്. ഓക്കെ, ഏതായാലും വളരെ നന്ദി അജിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വിജയൻ എന്നോടൊപ്പം ചേരുന്നത് കളമശ്ശേരിയിൽ നിന്നാണ്. ശ്രീ വിജയൻ. ശ്രീ വിജയൻ കേൾക്കാമോ? ഓക്കെ, ഞാൻ ശ്രീ വിജയനിലേക്ക് മടങ്ങി വരാം. ബിനോയ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ബിനോയ്. നമസ്കാരം മനു. നമസ്കാരം. അപ്പോൾ ഈ പല ആളുകളും ഞാൻ സംസാരിച്ചു, ചിലർ പറയുന്നത് ഈ RSS BJP പ്രവർത്തകർ ക്രിസ്മസ് ഒക്കെ തടയാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എല്ലായിടത്തും ഇത് വളരെ സന്തോഷത്തോടുകൂടി ആളുകളെല്ലാം കൂട്ടായി പങ്കെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ബിനോയ്, ഈ കൊല്ലത്ത് എന്താണ് ഒരു സാഹചര്യം? അവിടെ ഇത് വിയോജിപ്പുണ്ടോ ആളുകൾക്കിതിൽ? കൊല്ലത്തല്ല, വിട്ടുവിട്ടേ കേൾക്കുന്നുള്ള ഇടുക്കിയില്ല. എങ്കിലും കാര്യം മനു പറഞ്ഞത് മനസ്സിലാക്കി. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മളെ നാട് വൈരുദ്ധ്യങ്ങളുടെ നാടാണ്. ഒരുപാട് ജാതിയും മതവും ഉപജാതികളും ഒക്കെ ഉള്ള നാടാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ്. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ അങ്ങേത്തലയിൽ CPM-ഉം DYFI ഒക്കെ ആയിരുന്നു. പക്ഷെ അത് മാറി ഇന്ന് ഏതൊരു വിഷയം ഉണ്ടായാലും അതിന്റെ അങ്ങേത്തലയിൽ ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറും BJPയും RSSഉം ഒക്കെയാണ്. അതായത് അതിന്റെ അർത്ഥം അവരുടെ നേതാക്കന്മാർ, അവരുടെ ആളുകൾ അവരെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവർക്കെതിരെ ഒരു നടപടിയുമില്ല. ആരെ എന്ത് ചെയ്താലും പാർട്ടി ഒരു നടപടി എടുക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടില്ല. ഇന്നതാ നിങ്ങളെ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 വിഷയത്തിലും BJPക്കാരും RSSകാരും സംഘപരിവാറുമാണ്. അവര് ഇത് മൊത്തം ഏറ്റെടുത്തു. ഇപ്പൊ കേരളത്തിൽ അവരൊരു
5%, 6% വിജയമുള്ളൂ. എന്നിട്ട് അവര് മൊത്തം ഭരിക്കുന്നതാണ്. അങ്ങനെ മൊത്തം ഭരണം ഉണ്ടെങ്കിൽ തന്നെയും ഇത് കാണിക്കുന്നത് വളരെ മോശമായ പരിപാടിയാണ്. കാരണം നമുക്കൊന്നും അങ്ങനെ ക്രിസ്മസ് എന്നോ ഓണമെന്നോ പെരുന്നാളെന്നോ അങ്ങനെ ഒന്നുമില്ല, വിഷുവെന്നോ അങ്ങനൊന്നുമില്ല. നമ്മളെല്ലാം ആഘോഷിക്കുന്നവരാ കേരളീയര്. അപ്പൊ അതിന്റെ ഇടയിൽ ക്രിസ്മസിന് ഞാനും ഒക്കെ ഞങ്ങളുടെ ഈ കോളേജിൽ പഠിക്കുമ്പോഴും കഴിഞ്ഞ വർഷവും ഞങ്ങളെല്ലാം കരോളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന. പക്ഷേ BJP-കാരായ ആളുകൾ സംഘപരിവാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടില് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. അത് ഒരു തെറ്റായ ഒരു ചിന്തയാണ് ഇന്ത്യയെ കുറിച്ചും നമ്മളെ കേരളത്തെ കുറിച്ചും ലോകത്ത് മൊത്തം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സംഘപരിവാറുകാരുണ്ടെങ്കിൽ, BJP-ക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ കാണിക്കുന്ന ഈ അതിക്രമത്തിന് നമ്മളെ ഇന്ത്യക്ക് പുറത്തുള്ള നമ്മളെ ഇന്ത്യക്കാര് വളരെ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് സംഘപരിവാർ അല്ലെങ്കിൽ RSS, BJP ഇതുപോലെയുള്ള പ്രവണതകൾ കാണിക്കരുത്. തന്റെ ഇടവും കരുത്തും ഉണ്ടെങ്കിൽ നേരിട്ട് വരണം. നേരിട്ട് ഏത് വിഷയത്തെയും കൊച്ചു കുട്ടികളെ കൈകാര്യം ചെയ്തുകൊണ്ടല്ലേ, നേരിട്ട് മുഖാമുഖം വന്ന് എതിർക്കണം. അല്ലാതെ കൊച്ചു കുട്ടികൾ കരോള് പോകുമ്പം അവരുടെ നാസിക് ഡോള് പിടിച്ചു മേടിക്കുകയും അവരെ അടിക്കുകയും നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ, അല്ലെങ്കിൽ മുസ്ലിം ആണോ, തീവ്ര ഹിന്ദു ആണോ എന്നൊക്കെ ചോദിക്കുന്ന സംഘപരിവാറിന് വോട്ട് ചെയ്തവരോടും സംഘപരിവാറായിട്ട് നിൽക്കുന്നവരോടും പറയുവാനുള്ളത്, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും യഹൂദിയും എല്ലാം ഒന്നിച്ചൊറ്റക്കെട്ടായി പോവുകയാണ്. അതിന് സ്പർദ്ധ ഉണ്ടാക്കുന്നവന്മാരെ ഒരു കാരണവശാലും വിടാൻ പാടില്ല. അവന്മാർക്കെതിരെ നോൺ വെയിലബിൾ ഒഫൻസ് എടുത്ത് അകത്തിരുത്താനൊക്കെയുള്ള ഈ മതങ്ങളുടെ ഇതണക്ക് ആഘോഷങ്ങൾ വരുമ്പോ അതിനെ കൊള്ളിവെക്കുന്നവരാ. നോൺ വെയിലബിൾ ഒഫൻസ് തന്നെ എടുക്കണം. അതിനകത്ത് നോ കോംപ്രമൈസ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പൊ എന്നോടൊപ്പം എനിക്കൊരു ചെറിയ ഇടവേളയും വേണം. അതിനു മുമ്പ് നമ്മുടെ വിജയൻ കളമശ്ശേരിയിൽ നിന്ന് ടെലിഫോൺ ഇടക്കൊന്ന് ആദ്യം ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ശ്രീ വിജയൻ കേൾക്കാമോ? നേരത്തെ വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ശ്രീ വിജയൻ എന്ത് തോന്നുന്നു, അവിടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ തടയാൻ ആരെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ ഉള്ള എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടോ? ഇല്ല, ഇവിടെ എല്ലാവരും വീടുകളിൽ ലൈറ്റും മറ്റേ നക്ഷത്രവും ഒക്കെ തൂക്കിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഈ RSS-ഉം BJP-യും ഒക്കെ ഇതിനെതിരെ വ്യാപകമായി ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് വ്യാജമാണോ സത്യമാണോ? വാജമാണോ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആൾക്കാരെ വെറുതെ തമ്മിൽ തെളിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പണിയല്ലേ സാറേ. അതെ, ആരാണ് ശ്രീ വിജയന് തോന്നുന്നത്? അല്ല, ഇവിടെ ഇപ്പൊ BJP-യോ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് ഒന്നും ഇല്ല. ഇവിടെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഇവിടുത്തെ ക്രിസ്മസും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഇറച്ചിയൊക്കെ മേടിച്ച് വല്ല രണ്ടെണ്ണം അടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ശരി. ക്രിസ്മസിന് വലിയ ആഘോഷ പരിപാടികളൊക്കെ ശ്രീ വിജയൻ കരുതുന്നുണ്ടോ ഇത്തവണ? കരുതുന്നുണ്ട്. ഇപ്പൊ പിള്ളേർക്കൊക്കെ കേക്കും സാധനങ്ങളൊക്കെ മിഞ്ഞാന്ന് മുതൽ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുക. ശരി, ഇഷ്ടംപോലെ കേക്കൊക്കെ കിട്ടുന്നുണ്ടല്ലേ? കേക്ക് കൊടുത്ത് അങ്ങനെ ഒരാള് കമ്പനിന്ന് കിട്ടി. ശരി, അങ്ങനെ ഓരോ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. പുതുവത്സരവും നല്ല രീതിയിലാകട്ടെ. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേളയാണ്, ഞാൻ എങ്ങും പോകുന്നില്ല. നമുക്ക് കുറേ കൂടെ പ്രേക്ഷകർ പറയാനുണ്ട്, അതൊക്കെ കേൾക്കാം. ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേനെ വാഴുന്ന കേരളത്തിൽ വർഗീയ വിഷം കലർത്തത് എന്ന് എന്നോട് എനിക്ക് മെസ്സേജ് അയക്കുന്നു കൃഷ്ണൻകുട്ടി. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് മരാമൻ കൺവെൻഷൻ തടയുന്നത് RSS പ്രഖ്യാപിച്ചു, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നു VC തോമസ്. ജയകുമാർ, നമ്മുടെ കാടാമ്പുഴയിലുള്ള ജയരാജന് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇപ്പോൾ സുഖമില്ലെന്ന് പറഞ്ഞു. ശക്തിമാൻ പറയുന്നു മണ്ഡലകാലമായതിനാൽ വെജിറ്റേറിയൻ കേക്ക് കൊടുത്താൽ വ്രതക്കാർക്ക് കൂടി കഴിക്കാമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ജിയോ എന്നോട് പറയുന്നത് ചില RSS BJP മാനേജ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടക്കാത്തതിന് സ്റ്റുഡൻസ് എല്ലാം നാളെ തന്നെ ക്രിസ്ത്യാനിയായി കളയും എന്ന് പേടിച്ചിട്ടാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ സുനിൽകുമാർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കരോളിന് പോകുന്നത് ഹിന്ദുക്കളുമൊക്കെ എല്ലാം ഒരുമിച്ചാണ്, അതുകൊണ്ട് BJP-കാരുടെ കുട്ടികൾ അതിനിടയിൽ ഇത്തരം ചർച്ചകൾ തന്നെ ഒരു വിഷം കുത്തിവെക്കാൻ ഉപയോഗിക്കുമെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, വിജയൻ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തുനിന്നാണ്. ശ്രീ വിജയൻ നമസ്കാരം. കൊല്ലത്ത് വിപുലമായ ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് എന്നോട് അവിടെ നിന്ന് വിളിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രീ വിജയനും ക്രിസ്മസും പുതുവത്സരത്തിനെയൊക്കെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ? ഇവിടെ വലിയ ആഘോഷങ്ങളാണ്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ആഘോഷിക്കുന്നു. മാർക്കറ്റുകളിൽ, കമ്പോളങ്ങളിൽ എല്ലാം. ഈ നേരത്തെ വന്ന് പറഞ്ഞ ഒരു ബ്രിജേഷോ
കൊല്ലത്ത് നിന്ന് തന്നെയുള്ള അത് പുള്ളി വന്ന് പറഞ്ഞതൊക്കെ ഈ RSSകാർ ആരാണ്ട് പറഞ്ഞു വിടുന്നു, BJPക്കാർ പറഞ്ഞു വിടുന്നു എന്നുള്ള രീതിയിൽ കൂടെ. ഞാനൊരു 50 കൊല്ലമായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഇതേവരെ ഞാൻ കേൾക്ക ഇങ്ങനെ ഒരു ആളുകളെയും തല്ലണമെന്നോ കൊല്ലണമെന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന് പിടിച്ചു മാറ്റണമെന്നോ അല്ലെ മറ്റുള്ളവരുടെ മതത്തിൽ കയറി ഇടപെടണമെന്നോ പറഞ്ഞ് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല സാറേ. ഇപ്പോഴും അത്യാവശ്യം പ്രൗഢശാലയിലൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം മണിമലയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇപ്പോൾ ഈ RSSകാർ പറയുന്നത് ഇങ്ങനെയൊന്നും തങ്ങൾ ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ഒരു ആശയം തങ്ങൾക്കില്ല, ഇത് ആരോ എന്തോ വ്യക്തിപരമായ 1-2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നതാണ്, ഇതിനെ എടുത്ത് RSSന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല അതിനെ അംഗീകരിക്കുമോ? നമസ്കാരം. നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഇപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് രാത്രികാലങ്ങളില് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ഒരു 4 കരോള് വന്ന് നമ്മുടെ വീട്ടിൽ വന്നു പോയി. എല്ലാവരെല്ലാം ഹാപ്പിയാണ്. ആ വന്നവരൊക്കെ ഏത് മതത്തിൽപ്പെടുന്നവരാണെന്ന് നമുക്കറിയില്ല. ആ ക്രിസ്മസ് പാപ്പായുടെ വേഷം കിട്ടുന്ന ആരാണെന്ന് നമുക്കറിയില്ല. അത് മുഖം മൂടി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആളുടെ അറിയുകൂടിയില്ല. കുട്ടികൾ അങ്ങനെ ആഘോഷിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ചില വേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അറിയുന്നതിൽ ഒരു കഴമ്പും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മാധ്യമങ്ങൾ വെറുതെ പറയില്ല, മന്ത്രി വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം. വാപുരൻ എന്ന് പറഞ്ഞ് ഒരു അമ്പലം ഉണ്ടാക്കാൻ നടക്കുന്നു എരുമേലിൽ. ഞങ്ങളുടെ മണിമലയിൽ നിന്ന് 16 കിലോമീറ്ററേ ഉള്ളൂ എരുമേലിക്ക്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓണം എന്ന് പറഞ്ഞാല് മഹാബലിയുടെ വരവല്ല, അത് വാമന ജയന്തിയായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളുടെ മാധ്യമങ്ങളിലും ഒക്കെ വന്നു പോയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശബരിമലയെ കാണിക്കിടരുന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് സ്റ്റാർ തൂക്കരുതെന്ന് പറഞ്ഞവരുണ്ട്. അതിന് പകരം അയ്യപ്പൻ വിളക്ക് തൂക്കിയാൽ മതി എന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് അയ്യപ്പൻ വിളക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്ത സംഖ്യകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഒന്നും അത്ര ഒരു നല്ല രീതിയിലല്ല പോകുന്നത്. അവര് സൗകര്യം കിട്ടുന്നിടത്തൊക്കെ അവർ ഈ പണി കാണിക്കും. ഇപ്പൊ നോക്കൂ, നമ്മുടെ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ, കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ അവിടെ പാടിയത് ഗണഗീതമാണ് പാടിയത്. അവർ ദേശീയഗാനമോ വന്ദേമാനോ ഒന്നും പാടിയില്ല, ഗണഗീതം പാടി. അതേ സമയത്ത് പാലക്കാട് എന്തോ രാംനാരായൺ എന്നോ മറ്റോ പറഞ്ഞ ഒരാളെ എന്തോ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ച് തല്ലിക്കൊന്നതില് 3-4 പ്രതികള് BJPക്കാരാണെന്നോ RSSകാരാണെന്നോ ഒക്കെയാണ് വാർത്തകൾ പറയുന്നത്. ഇപ്പൊ തന്നെ ഞാനിപ്പോ സോഷ്യൽ മീഡിയയെ കണ്ടത് ഒറീസയില് വഴിയോരത്ത് പാവപ്പെട്ടവർ ഈ ക്രിസ്മസ് കരോളിനുള്ള ഈ മുഖംമൂടിയൊക്കെ ഉണ്ടല്ലോ, ക്രിസ്മസ് ഫാദർ കെട്ടുന്ന ആൾക്കാരുടെ, അതൊക്കെ വിൽക്കുന്നവരെ തല്ലി ഓടിക്കുന്ന ഒരു സീൻ ഞാനിപ്പോ കുറച്ചു മുമ്പേ സോഷ്യൽ മീഡിയയെ കണ്ടതേ ഉള്ളൂ. അപ്പൊ എല്ലാം ഒന്നും അത്ര ശുദ്ധമായിട്ടല്ല പോകുന്നത്. ഇവര് സൗകര്യം കിട്ടുന്നിടത്തൊക്കെ വിഷം കയറ്റാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ, ശശികല ടീച്ചറൊക്കെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണല്ലോ നമ്മള് മലയാളികള്. അവരൊന്നും വെറുതെ വിടത്തിൽ ആരെയും സൂക്ഷിച്ചിരുന്നത് നല്ലതാ. ഈ ശ്രീനാരായണ ഗുരു പണ്ട് കല്ലെടുത്ത് ശിവനാണെന്ന് പ്രതിഷ്ഠിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ ആ ശ്രീനാരായണ ഗുരുവിനെ എതിർത്തവരുണ്ടല്ലോ, ആ നാരായണ ഗുരുവിനെ എതിർത്തവരുടെ പിന്മുറക്കാരാണ് ഈ പണിയൊക്കെ കാണിക്കുന്നത്. അവര് കാണിച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ഇവിടെ കലാപങ്ങളും വർഗീയ ലഹളയും ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ ആ കാലം മാറിയപ്പോ അവരുടെ പിന്മുറക്കാർ ഇതിനകത്തൊക്കെ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കേരള സമൂഹം, പ്രബുദ്ധ കേരളം ജാഗ്രതയായിട്ടിരുന്നില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, ജാഗ്രതയായിരിക്കുക, അതാണ് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിക്കുകയാണ്. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിയൻകുട്ടൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഒരു വേണ്ടാത്ത വിവാദമായിരുന്നോ, അതോ ഇല്ലാത്തൊരു വിവാദമായിരുന്നോ, അതോ ഉള്ള ഒരു പ്രധാന കാര്യമായിരുന്നോ? എന്താണ് അനിയൻകുട്ടന് തോന്നുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. ഇതൊരു ഇല്ലാത്ത വിവാദമാണെന്നോ, അത് ഉണ്ടെങ്കിൽ തന്നെ ഒരു അന്വേഷണം അല്ലെ പോലീസ് അന്വേഷിക്കണ്ടേ? പോലീസ് അന്വേഷിക്കുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇത് എന്തോ ഒരു മറച്ചു വെക്കുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ വിവാദം ഉണ്ടായി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പോയി അറസ്റ്റ് ചെയ്യണം. യെസ്, ഓക്കെ. അപ്പോൾ അത് സമയക്കുറവുകൊണ്ടാണ്, മറ്റാളുകളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അനിയൻകുട്ടൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ട് നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ഫാദർ സാമുവൽ ഉണ്ട് കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഫാദർ സാമുവൽ, ഈ വാർത്തകൾ ഫാദർ സാമുവലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഈ ക്രിസ്മസ് നിരോധിക്കുന്നു, വിലക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നത്, അതോ ഇതൊന്നും അത്ര മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമല്ല, മതേതര കേരളം കൂട്ടായി ഇതിനൊക്കെ ഒപ്പം നിൽക്കും എന്നാണോ കരുതേണ്ടത്? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. വടക്കേ ഇന്ത്യയില് കേരളത്തിലും ആവർത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സമാധാന സന്ദേശം നൽകുന്നതാണ്. കേരള ഗ്രൂപ്പ് ഭവനങ്ങൾ സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ തെരുവീതിയിൽ അവര് ആഘോഷം നടത്തുന്നതൊക്കെ ഈ സമാധാന സന്തോഷത്തിന് സന്ദേശം അറിയിക്കാനായിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ
ഇങ്ങനെയുള്ള ചിലർ വന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ക്രിസ്മസ് കാലത്ത് കേക്കുമായിട്ട് ചില VIP ഭവനങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അങ്ങനെയുള്ളവരോട് വളരെ മാന്യതയോടെ പറയണം, ഈ പരിപാടി തുടർന്നു പോയാൽ ഞങ്ങൾക്ക് പ്രയാസമാണ്. അത് പറയാനുള്ള ധൈര്യം വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വളരെ വ്യക്തമാണ്, അഭിപ്രായം കൃത്യവുമാണ്. KV നായർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KV നായർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെ നിന്നായിരുന്നു KV നായർ വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം മങ്കാട്ടുകടവിനക്കരെ നിന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഒരിടത്ത് ആറ്റുകാലിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്. പക്ഷേ സ്കൂൾ അധികൃതർ അത് അംഗീകരിക്കുന്നില്ല. ഇത് മറ്റു പലയിടങ്ങളിലുണ്ട് എന്നിടത്ത് കേന്ദ്രങ്ങൾ പറയുന്നു. ശ്രീ KV നായർക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഉണ്ടോ? ആ സ്കൂളുകളിൽ ക്രിസ്മസ് നിരോധിക്കാൻ, വിലക്കാൻ നീക്കമുണ്ടോ ശ്രീ KV നായർ? ഒരിക്കലുമില്ല. എന്തെന്നറിയാമോ, ഞാൻ താമസിക്കുന്ന വാർഡില് 30 കൊല്ലമായി BJP ആണ് ഭരിക്കുന്നത്. ഇവിടെയുള്ള പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്. ഒരു പള്ളിയും ഒരു അമ്പലവും മുഖത്തൊരു മുഖമുണ്ട്. അവിടുത്തെ ഉത്സവം നടത്തുന്ന ഒരു ദിവസങ്ങളിലാണ്, അതായത് ക്രിസ്മസ് 25-നാണ്. ഈ 25-നാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. ഇത് രണ്ടുപേരും ഒരുമിച്ച് അവിടെ നടത്തിപ്പോകുന്നത്. ഒരിക്കലും അതും RSSകാരാണ് നടത്തിപ്പോകുന്നത്. ഒരിക്കലും ഇതൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. ഓക്കെ, വ്യക്തമാണ് അഭിപ്രായം. അപ്പോൾ ശ്രീമതി ജയ കൂടി എന്നോടൊപ്പം ചേരുന്നു. നമുക്ക് സമയം വളരെ കുറവാണ്. ശ്രീമതി ജയ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ശ്രീമതി ജയ വിശ്വസിക്കുന്നുണ്ടോ? നമസ്കാരം. 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 ഇവിടെ നമ്മുടെ സ്ഥലത്തൊന്നും ക്രിസ്മസിനൊന്നും ഒരു വിലക്കുമില്ല. നമ്മുടെ അടുത്തിവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇന്നലെ മുതലേ ഇവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, ക്രിസ്മസിന്റെ പരിപാടികൾ. പിന്നെ കുഞ്ഞു മക്കള് ക്രിസ്മസ് ആഘോഷമായിട്ട് നമ്മുടെ ഗേറ്റിന്റെ അടുത്തൊക്കെ വരാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷം ഇന്നായിരിക്കും തുടങ്ങുന്നത്. ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല മനു. ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ രാജേഷ് എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ രാജേഷ്, ഇവിടെ കേരളത്തിലെ സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ ശ്രമിക്കുന്നു എന്ന മന്ത്രിയുടെ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് ശ്രീ രാജേഷിന് തോന്നുന്നുണ്ടോ? സാറേ, സ്കൂളിലൊന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ സമ്മതിക്കരുത്. ആഘോഷങ്ങൾ വീടുകളിലും പള്ളികളിലും ആക്കിയാൽ കുഴപ്പമില്ല. സ്കൂളിൽ എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു? കുട്ടികളല്ലേ, അവര് ക്രിസ്മസും ഓണവും ഒക്കെ ആഘോഷിക്കുമല്ലോ. ക്രിസ്മസ് പാപ്പയുണ്ട്, ദേശീയ ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. പക്ഷെ അല്ല, ഓണം ദേശീയ ആഘോഷം. അവിടെ ഇപ്പൊ വാമനനോ മഹാവിഷ്ണുവിന്റെ കാര്യങ്ങളൊന്നുമില്ല. അത് ദേശീയ ആഘോഷമാണ്, മലയാളിയുടെ പൊതു ആഘോഷമാണ്. അപ്പൊ അതുകൊണ്ട് അവർ ആഘോഷിക്കുന്നു. അത് അങ്ങനെയാക്കി മാറ്റിയത്. ക്രിസ്മസ് ഏറെക്കുറെയൊക്കെ അങ്ങനെയല്ലേ? അതിപ്പോ ക്രിസ്ത്യാനികളുടെ മാത്രമാണോ? ക്രിസ്തുദേവൻ അഭിസംബോധന ചെയ്യുന്നത് ലോകത്തെ മുഴുവനല്ലേ? ക്രിസ്ത്യാനികളുടെ ആഘോഷം മാത്രമാണ് ക്രിസ്മസ്. അതെല്ലാ മതവിഭാഗത്തിന്റെ ഒന്നുമല്ല. എന്നാൽ എല്ലാ കാര്യത്തിലും പിന്നെന്താ ഇവിടെ അങ്ങനെയുള്ള പാർട്ടികൾ ഉണ്ടാവും. CPM ഒരു നയവും ഇല്ലേ? അതുപോലെ മതങ്ങൾക്ക് ഓരോ നയവും ഇല്ലേ? അത് ശരി. അപ്പൊ സ്കൂളിൽ എന്തിനു നടത്തണം ക്രിസ്മസ്? സ്കൂളിൽ എല്ലാ ജാതീയ വിഭാഗങ്ങളും പഠിക്കുന്ന സ്ഥലല്ലേ? അപ്പൊ അവിടെ മറ്റു മതസ്ഥരായ കുട്ടികളുടെ തലയിൽ ഈ ക്രിസ്മസ് അടിച്ചു വെക്കുന്നു എന്നാണോ താങ്കളുടെ ആക്ഷേപം? അതിന്റെ ആവശ്യം അവന്റെ വീടുകളിൽ ആഘോഷിക്കണം. ക്രിസ്ത്യാനികളുടെ വീടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കണം. ഇപ്പൊ നമ്മളെ വിളിച്ചാൽ നമ്മൾ പോകും. അല്ലാണ്ട് സ്കൂളിലാണോ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്? ശരി, അത് എന്ത് ന്യായാവസ്ഥ? പക്ഷേ എന്തെല്ലാം ഇവിടെ ഒരു സിസ്റ്റം ഇല്ല. അതുപോലെയല്ലേ പോകേണ്ടത്? ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ സ്നേഹത്തിന്റെ, പങ്കിടലിന്റെ, കരുണയുടെ ഒക്കെ ഒരു തെറ്റെന്ത്? സ്നേഹിച്ചോളൂ. നിങ്ങളെ ഫ്രണ്ട് ഇല്ലേ ക്രിസ്ത്യാനികൾ? നിങ്ങൾ അവരെ വീട്ടിൽ വിളിച്ച് നിങ്ങൾ പോയില്ലേ? ഓക്കെ. പിന്നെ സ്കൂളിൽ എന്തിനാ പോകേണ്ട ആവശ്യം? സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനാണ്. അവിടെ ഹിന്ദുക്കളുടെ കുട്ടികളുണ്ട്, മുസ്ലിങ്ങളുടെ കുട്ടികളുണ്ട്, ക്രിസ്ത്യാനികളുടെ കുട്ടികളുണ്ട്. അവരെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞ കാര്യം നടക്കും. അവനവന്റെ ഗൃഹങ്ങളിൽ ആഘോഷിക്കണം, പള്ളികളിൽ ആഘോഷിക്കണം. അതിനുള്ള ഉത്തർപ്രദേശിൽ വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ സമയക്കുറവുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തർക്കിക്കാനില്ല. പിന്നെ രവി പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രവി, ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ? ഈ വാക്കോട് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഇത് പണ്ട് പുരാനെ തൊട്ടേ ഈ കരോൾ ഗാനങ്ങളും എല്ലാം നമ്മൾ കേട്ട് കണ്ട് കടന്നു പോകുന്നത്. നമ്മളെ വീടുകളിലും വരുന്നുണ്ട്, നമ്മൾ ഇതിനെല്ലാം പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് അംഗീകരിക്കുന്നില്ല. ഈ കാണിച്ചത് ഏറ്റവും പന്ന പരിപാടിയാണ് കാണിച്ചത്. അത് ശരിയായ കാര്യമല്ല. ഓരോ ജനങ്ങളെ ഓരോ രാഷ്ട്രീയം പറഞ്ഞാലും വർഗീയത ഉണ്ടാക്കി ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ലാസ്റ്റ് കിട്ടിയ നല്ലൊരു വാക്കാ കിട്ടിയത്. അത് ന്യായമായിട്ടുള്ള കാര്യമല്ല. ഇത് ആരെന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ ഭയപ്പെടുത്തുവോ, അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ, അവർക്കെതിരെ ആരാണേലും മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. RSS ഇതിന് പുറകിലുണ്ടോ?
ഈ ക്രൈസ്തവരുടെ ആഘോഷം സ്കൂളുകളിൽ വിലക്കുന്നതിന് പുറകിൽ സംഘപരിവാർ ഉണ്ടോ എന്ന് ഒക്കെ ഞാൻ യൂട്യൂബിൽ ചർച്ച ചെയ്തു. അപ്പോൾ 46% ആളുകൾ ഉണ്ട് എന്ന നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ 54% ആളുകളും എന്നോട് പറയുന്നത് സംഘ് പരിവാർ ഈ വിഷയത്തിൽ ക്രിസ്മസ് നിരോധിക്കണമെന്നൊരു നിലപാടുള്ളവരല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പോൾ പെർസെൻറ്റേജ്. ഏതായാലും മതത്തിനൊക്കെ അപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പ്രതീക്ഷയുടെയും ഒക്കെ ഒരു ദിനമാണ് ക്രിസ്മസ്. അത് എല്ലാവരിലും നന്മ പടർത്തും എന്ന വലിയ വിശ്വാസമാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ പൊതുവേദിയിൽ കാണും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിനുള്ള എല്ലാ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നവർക്ക് അതിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കുന്നതിന് മുമ്പ് ഈ പൊതുവേദിയിൽ ഏറ്റവും ഒടുവിൽ എനിക്കൊരു വിവരം ലഭിക്കുന്നത് ഈ വിഷയത്തിൽ മന്ത്രി ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്കൂളിൽ തിരുവനന്തപുരം ആറ്റുകാൽ ചിന്മയ സ്കൂളിൽ ഈ വിഷയത്തിൽ മന്ത്രി ഇടപെട്ടിരിക്കുന്നു. അവിടെ ഈ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മതേതര കേരളത്തിൻ്റെ ഒരു വലിയ വിജയമാണ്. അവിടെ ക്രിസ്മസിൽ നിന്ന് പിന്മാറിയ, ആഘോഷങ്ങളിൽ നിന്ന് പിന്മാറിയ ആ സമൂഹത്തിന് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. അത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.